ശ്രീ വസീഫ്, പെരിയ ഇരട്ടക്കൊലപാതക കേസ് നമുക്കറിയാവുന്നതാണ്. 2019 ഫെബ്രുവരി 17 ആ സംഭവം ഉണ്ടാകുന്നത്. 2 ചെറുപ്പക്കാർ, നേരത്തെ പറഞ്ഞതുപോലെ 19ഉം 23ഉം വയസ്സുള്ള 2 ചെറുപ്പക്കാരുടെ മരണം കേരളത്തെ ഞെട്ടിച്ച രാഷ്ട്രീയ കൊലപാതകമാണ്. അത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്നതടക്കം പല വാദങ്ങളും വന്നു. CPM-വുമായി ബന്ധപ്പെട്ട മുൻ MLA അടക്കം CPM-ന്റെ പ്രാദേശിക നേതാക്കളടക്കം എല്ലാവരും പ്രതിപ്പട്ടികയിൽ വന്നു. അതിൽ ഇന്ന് കുറ്റം ചെയ്തതായി തെളിഞ്ഞിരിക്കുന്നു. ആ വിധി എങ്ങനെയാണ് CPM കാണുന്നത്? രാഷ്ട്രീയമായ വലിയ പ്രതിരോധമുണ്ട് എന്ന് CPM സമ്മതിക്കുന്നുണ്ടോ? മാധു, CPM-ന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഇന്ന് മാധ്യമങ്ങളെ കണ്ട് വളരെ വിശദമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. എനിക്ക് കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ റിപ്പോർട്ടിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് ഒരു നിഷ്പക്ഷമാകണമെങ്കിൽ എല്ലാ ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്യണം. എല്ലാ ഭാഗവും കാണണം, കേൾക്കണം, ആളുകളെ ധരിപ്പിക്കണം. നിങ്ങളൊന്നും വേണ്ട. കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ നിങ്ങളൊരു പഠനം നടത്തി, ഒരു അന്വേഷണം നടത്തി, എത്ര CPM-കാർ കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടു, എത്ര കോൺഗ്രസ്സുകാർ കൊല ചെയ്യപ്പെട്ടു, എത്ര BJP-ക്കാർ കൊല ചെയ്യപ്പെട്ടു, മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ കൊല ചെയ്യപ്പെട്ടോ, ആരാണ് ഈ കൊലപാതകമൊക്കെ നടത്തിയത് എന്നൊരു പരിശോധനയൊക്കെ നടത്തണം. കഴിഞ്ഞ ഒരു മാസം മുൻപാണ് മറ്റൊരു വിധി, സുപ്രധാനമായ വിധി, ഞങ്ങളൊക്കെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു വിധി. ഞങ്ങളുടെ ജില്ലയിൽ കോഴിക്കോട്ടെ നാദാപുരത്തെ തൂണേരിയിലെ സഖാവ് ഷിബിനെ, നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ 19 വയസ്സ് മാത്രം പ്രായമുള്ള ഷിബിനെ, മുൻപ് ഒരു കേസിലും പ്രതി ചേർക്കപ്പെട്ടിട്ടില്ലാത്ത, ഒരാളെയും ആക്രമിച്ച കേസിൽ പ്രതിയാകാത്ത ഒരു നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരൻ, ആ പ്രദേശത്തെ DYFIയുടെ യൂണിറ്റ് ഭാരവാഹി കൊല ചെയ്യപ്പെട്ടു. അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. ആ കൊലപാതകത്തിന് ശേഷം പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് വീഴ്ചകൾ ഉണ്ടായി. ആ 18 പ്രതികളിൽ 18 പ്രതികളെയും വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് മേൽക്കോടതി 18ൽ 17 പേരെയും ഹൈക്കോടതിയിൽ നിന്ന് ശിക്ഷിക്കുന്ന ഒരു വാർത്ത നമ്മളൊക്കെ വായിച്ചു, നമ്മൾ അറിഞ്ഞു. പക്ഷേ അന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്ര ജാഗ്രതയും താല്പര്യവും CPM-കാരൻ്റെ കൊലപാതകത്തിൽ പ്രതികളാക്കപ്പെട്ട മുസ്ലിം ലീഗുകാരെയോ UDF-കാരെ കുറിച്ചോ ഈ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ താല്പര്യം കാണിച്ചില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് അതിലൊരു പരാതിയുമില്ല. കാരണം എല്ലാ കാലത്തും CPM-കാർ വേട്ടയാടപ്പെടേണ്ടവരാണ്, CPM-കാർ വേട്ടയാടപ്പെടേണ്ടവരാണോ, കൊല ചെയ്യപ്പെടേണ്ടവരാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. നിങ്ങൾ നോക്കൂ, CPM-കാർ കൊല ചെയ്യപ്പെടേണ്ടവരാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന വിഭാഗത്തിൽ പെടുന്നില്ല എന്ന ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. രണ്ടാമത്തെ കാര്യം, ശ്രീ വി വസീഫ്, സംസ്ഥാനത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് കാരണമാര് എന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അന്ന് നമുക്ക് ഈ പട്ടിക എടുത്തു വെക്കാം. ഇതിപ്പോൾ നോക്കൂ, പെരിയ ഇരട്ടക്കൊലപാതക കേസ്, അതിൽ കുറ്റക്കാരാണ് എന്ന് കോടതി വിധിക്കുന്ന സമയത്താണ് നമ്മൾ ഇന്ന് ഈ ചർച്ച എടുക്കുന്നത്. ആ വിഷയം അതുതന്നെയാണ് എന്ന് കൃത്യമായി അറിയിച്ചിട്ടാണ് ഞാൻ അങ്ങേ വളരെ ബഹുമാന പുരസ്സരം ഈ ചർച്ചയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ചോദ്യം, CPM-ന് ഈ കേസിൽ പ്രതിരോധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ഈ 10 വർഷക്കാലത്തെ കണക്കെടുത്ത് പറയുക എന്ന് പറയുന്നത് അത് ജനറലൈസ് ചെയ്യാനുള്ള വളരെ ദുർബലമായൊരു ശ്രമമാണ്. വി വസീഫ്, അല്ല, ശ്രമം ദുർബലമാണോ അല്ല ഫലമുള്ളതാണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഞങ്ങൾ ഈ കേരളത്തിൽ വേട്ടയാടപ്പെടുന്നവരാണ്. ഇപ്പൊ ഈ കേസിനെ കുറിച്ച് തന്നെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ കേസിൽ കേരള പോലീസ് നടത്തിയ അന്വേഷണത്തോട് അഭിമന്യു ആരാണ്, ധീരജ് ആരാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലേ? നമ്മൾ ദിവസങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ഓരോ കേസുമായും ബന്ധപ്പെട്ടുണ്ടാകുന്ന സാമൂഹ്യമായി ബന്ധപ്പെട്ട ഒറ്റ മിനിറ്റ് എത്ര ദിവസം ചർച്ച ചെയ്തു? ഏറെ ദിവസങ്ങൾ ചർച്ച ചെയ്തു. എത്ര എയർ ടൈം നിങ്ങൾ കൊടുത്തു? ഏറെ ദിവസങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇല്ല മാധു, നമുക്കതൊക്കെ കാണുന്ന നിങ്ങൾക്ക് ഞാൻ കേസിലെ പ്രതികൾ അഭിമന്യു കേസ് മാതൃഭൂമി കേസിലെ പ്രതിനെ ഞാനും ചോദിച്ചോട്ടെ, ഞാൻ പറയട്ടെ. അഭിമന്യു കേസ് കേരളത്തിലെ ക്യാമ്പസുകളുടെ മുമ്പിൽ, ക്യാമ്പസ് കൊലപാതകമായി ക്യാമ്പസിന് മുമ്പിൽ വെച്ച് SDPI-ക്കാര്, പോപ്പുലർ ഫണ്ടുകാർ ആസൂത്രണം ചെയ്ത കൊലപാതകത്തെ നിങ്ങൾ ഈ പറയുന്നത് പോലെ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ മാധ്യമങ്ങൾ പുറത്തെത്തിച്ചിട്ടുണ്ട്.
ധീരജിന്റെ കൊലപാതകത്തെ കുറിച്ച് നിങ്ങൾ ഈ പറയുന്നത് പോലെ എത്ര ദിവസം ചർച്ച ചെയ്തു? ഇല്ല, ഏറെ ദിവസങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് വസീഫ്. ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട് വസീഫ്. എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഇതെന്താണെന്നറിയാമോ, ഇതൊരു തന്ത്രമാണ് ശ്രീ വി വസീഫ്. ഞാൻ പ്രേക്ഷകർ കേൾക്കാനാണ് പറയുന്നത്. ഇതൊരു തന്ത്രമാണ്. പെരിയ ഇരട്ട കൊലപാതക കേസിനെ പറ്റി ഞാൻ 3 തവണയായി അങ്ങോട്ട് ഒരേ ചോദിക്കുന്നു. അങ്ങ് ഇതുവരെ പെരിയ എന്നൊരു വാക്ക് വേണ്ടിയിട്ടില്ല. അത് അങ്ങേക്ക് അതിൽ പറയാനില്ലാത്തത് കൊണ്ടാണ് എന്ന് ആളുകൾ ധരിച്ചു പോകും. എന്താ ഞാൻ പറയേണ്ടത്? അതിലെന്താ പറയാനുള്ളത്? അതിലെന്താണ് പറയാനുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ കേസിൽ പാർട്ടിക്ക് ബന്ധമില്ല. ഞാൻ തുടക്കം തന്നെ നിങ്ങളോട് പറഞ്ഞു, ബന്ധമില്ല. പാർട്ടി ആലോചിച്ചോ പാർട്ടി ആസൂത്രണം ചെയ്തോ കൊലപാതകമല്ല എന്ന് ഇന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയില്ലേ? ഇതിൽ ഗൂഢാലോചന കേസ് നിലനിന്നോ? ഇവർ CBIയെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ആവേശത്തോടു കൂടി ആവശ്യപ്പെട്ട് CBIയെ കൊണ്ട് ഇവിടെയുള്ള CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തെയും CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും ജില്ലാ നേതൃത്വത്തെയും ആകെ ഞങ്ങൾ അകത്തിടിക്കുമെന്ന് പ്രസംഗിച്ചത് കെ സുധാകരനായി. മറന്നുപോയോ നിങ്ങൾ? കെ സുധാകരൻ പ്രസംഗിച്ചതാ. അതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ CBIയെ സ്വാധീനിച്ച് ഈ കേസ് ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ കൊണ്ടുപോകും എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. അങ്ങനെ സുധാകരന്റെ പ്രസംഗം ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. ആ പ്രസംഗം ഒക്കെ നടത്തിയത് ഇവിടെയാ. എന്നിട്ട് ലോക്കൽ പോലീസ്, കേരള പോലീസ് അന്വേഷിച്ച ആ പ്രതിപട്ടികയിൽ നിന്ന് വലിയ മാറ്റമൊന്നും വരാതെയാണോ ഇപ്പോ ആ അന്വേഷണത്തിൽ വലിയ മാറ്റമൊന്നും വരാത്ത കണ്ടെത്തലുകളാണോ ഹൈക്കോടതി നടത്തിയിട്ടുള്ളത്? കേരള പോലീസ് ആദ്യ ലോക്കൽ പോലീസ് അന്വേഷിച്ചു, പിന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. 14 പ്രതികളെന്ന് പറഞ്ഞു. അതിൽ 10 പേരും പിന്നീട് CBI പ്രതി ചേർത്ത 4 പേരും അടക്കം. ആ CBI പിന്നീട് പ്രതി ചേർത്ത 4 പേര് എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ കേരള പോലീസ് അന്വേഷണത്തിൽ ഉണ്ടാകാതിരുന്നത്? അവരടക്കമാണല്ലോ ഇപ്പോൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ ശ്രീ വസീഫ്, ഞാൻ അങ്ങേലേക്ക് വരാം. അതന്നെ മാധു, ഞാനും വരട്ടെ. ഞാൻ പറയട്ടെ. അതിൽ ആ 4 പേരിൽ 302 ഉള്ള ഈ കൊലപാതകം നടത്തിയതിൽ അല്ലെങ്കിൽ ഗൂഢാലോചനയിൽ ആരാണുള്ളത്? ഇല്ലല്ലോ. അതിൽ 225 എന്ന് പറയുന്ന വകുപ്പല്ലേ ഉള്ളൂ. വേറെ ഏതാ ഉള്ളത്? അല്ല, ഒരു കേസിൽ നിങ്ങൾ ഈ പറയുന്ന കൊട്ടിഘോഷിച്ചതുപോലെ ഒരു ആസൂത്രണം അല്ല. ഞാൻ പറയട്ടെ, ഒരു ഗൂഢാലോചന തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന് നിങ്ങൾ കൊട്ടിഘോഷിച്ചു. പാർട്ടിക്ക് പങ്കില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്? നിങ്ങൾ നോക്ക് ഇന്ന് നിങ്ങൾ നോക്ക്, കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ മുതൽ അവസാനമുള്ള നേതാക്കന്മാരുടെ വരെ ബൈറ്റ് എടുത്ത് നിങ്ങൾ ഇന്ന് ചാനലുകളിൽ എയർ ചെയ്തു. ഞാൻ പറഞ്ഞു, ഷിബിൻ വധക്കേസിലെ പ്രതികളെ ശിക്ഷിച്ചു കഴിഞ്ഞ ദിവസം. നിങ്ങൾ എത്ര ചർച്ച ചെയ്തു? നിങ്ങൾക്ക് ആ പ്രതികളെ അറിയോ? നിങ്ങൾ ആരുടെയെങ്കിലും ബൈറ്റ് എടുക്കാൻ നിങ്ങൾ ചെന്നോ? നിങ്ങൾ ഒരു ദിവസമെങ്കിലും ചർച്ച എടുത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീ വി വസീഫ്, അതുകൊണ്ടാണ് ഞാൻ നോക്കൂ, എല്ലാ ജീവനും തുല്യ മൂല്യമുള്ളതാണ് എന്നത് കൃത്യമാണ്. അല്ല, പക്ഷെ ഇഷ്ടത്തിന്റെ അല്ലാതെ അത് വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പൊ പെരിയ ഇരട്ട കൊലപാതക കേസ് തന്നെയാണ്, അഭിമന്യുമായി ബന്ധപ്പെട്ട കേസ്, ധീരജുമായി ബന്ധപ്പെട്ട കേസ്, വെഞ്ഞാറമൂട് ഇരട്ട കൊലപാതകത്തിൽ നിങ്ങളുടെ 2 സഖാക്കന്മാർ ഇല്ലേ, ഹക്കും മിഥിലാജുമില്ലേ, ആ കേസ് അതുപോലെയൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കേസാണ് പെരിയ ഇരട്ട കൊലപാതക കേസ്. പിന്നെ അതിനെ വ്യത്യസ്തമാക്കുന്ന ചില സംഭവ വികാസങ്ങളുണ്ട് വസീഫെ, വരുന്ന വഴിക്ക് പറയാമെന്ന് വിചാരിച്ചതാണ്. ഈ കേസിൽ CBI അന്വേഷണം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി വരെ ഒരു സർക്കാർ അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ട്. അതുകൂടി പ്രത്യേകതയാണ് എന്നുള്ളത് കൊണ്ടാണ്. അതിൽ രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് ആരോപിക്കുമ്പോൾ കാരണമാകുന്നത് സുപ്രീം കോടതി വരെ ഒരു സർക്കാർ അയ്യോ CBI അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ 1 കോടി രൂപ ജനത്തിന്റെ നികുതി പണത്തിൽ നിന്ന് കൊണ്ടുപോയി എടുത്ത് വക്കീലന്മാർക്ക് കൊടുത്തു. 88 ലക്ഷം രൂപയാണ് 3 വക്കീലന്മാർ CBI അന്വേഷിച്ചപ്പെട്ടു തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പല പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് വസീഫെ, അങ്ങനെ പല പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് ഓരോ കേസും. ഞാൻ പറഞ്ഞുതരാം മാധു, ഞാൻ പറഞ്ഞുതരാം. പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഏതിനാ നിങ്ങൾക്ക് പ്രത്യേകത ഇല്ലാത്തത്? ഏത് കേസിലാ കേരളത്തിൽ പ്രത്യേകത ഇല്ലാത്തത്? എല്ലാ കേസിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇതിൽ നിങ്ങളുടെ പ്രത്യേകതയും പ്രത്യേക താല്പര്യവും ഒരു വശത്ത് CPMന്റെ പ്രവർത്തകർ ഇതിൽ പ്രതികളായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാ. പക്ഷെ നിങ്ങൾ മുന്നോട്ട് വെച്ചതുപോലെ CBIയെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടതുപോലെ ഗൂഢാലോചനയൊന്നും ഇവിടെ തെളിഞ്ഞിട്ടില്ല. ഇതിലൊരു ഗൂഢാലോചന തെളിഞ്ഞിട്ടില്ല. കേരള പോലീസ് കണ്ടെത്തിയതിന്റെ അപ്പുറത്ത് വലിയ ആവശ്യപ്പെട്ടത് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളും കോൺഗ്രസും വലിയ വ്യത്യാസമുണ്ടോ?
അത് അങ്ങേക്ക് തോന്നുന്നതാ. കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമില്ലാന്ന് തോന്നുന്നത് അവനവന്റെ പ്രത്യയ ശാസ്ത്രത്തിലുണ്ടായ വീക്കം കൊണ്ടാണ്. അത് നമുക്ക് ബാധകമല്ല വസീഫെ. അങ്ങനെയൊന്നുമല്ല മാധു, അങ്ങനെ പ്രത്യയ ശാസ്ത്രം പറഞ്ഞതുപോലെ അതിന് മാത്രമൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയത്തിന് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി വ്യത്യാസമില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ എല്ലാവർക്കും ബാധകമാണെന്ന് വിചാരിക്കരുതേ കേട്ടോ. അത് അവനവന്റെ പ്രത്യയശാസ്ത്രത്തിലും അവനവന് വിശ്വാസമില്ലാത്തതുകൊണ്ട് ഉറപ്പില്ലാത്തതുകൊണ്ട് മറ്റുള്ളവരെ പറഞ്ഞല്ലോ. മാധു ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇങ്ങനെ വൺ സൈഡ് പറഞ്ഞു പോലെ ഞാനൊന്ന് പറഞ്ഞോട്ടെ മാധു. എന്റെ പ്രത്യയശാസ്ത്രത്തിൽ നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ മാധ്യമ പടകൾ ഇതുപോലെ കൊത്തിവലിക്കാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം അവസരത്തിലും അനവസരത്തിലും അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്റെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യാൻ, എന്റെ സ്ഥാപനത്തിന്റെ കോൺഗ്രസിന്റെ എല്ലാ വിടുവായുത്തവും എടുത്തുപയോഗിക്കുന്നവരാ കേരളത്തിലെ മാധ്യമങ്ങളിൽ കേരളത്തിലെ ഭൂരിഭാഗം മാധ്യമ പ്രവർത്തകരും കോൺഗ്രസിന്റെ എല്ലാ വിടുവായുത്തവും എടുത്തുപയോഗിക്കുന്നവരാ നിങ്ങൾ. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഞങ്ങളുടെ പ്രിയങ്കരനായ ഷിബിനെ കൊലപ്പെടുത്തിയ പ്രതികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ മാധു? ഞങ്ങളുടെ പ്രിയങ്കരനായ ഷിബിനെ കൊലപ്പെടുത്തിയ പ്രതികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? വെറുതെ എന്തായാലും വിളിച്ചു പറയല്ലേ, എന്തായാലും വിളിച്ചു പറയല്ലേ മാധു? നിങ്ങൾ വായി തോന്നുന്നത് വിളിച്ചറിഞ്ഞ കേൾക്കാനിരിക്കുന്നല്ലേ ഞാൻ? മാധു, ഞങ്ങളുടെ ഷിബിനെ കൊലപ്പെടുത്തിയ പ്രതികളെ കുറിച്ച് നിങ്ങൾ ഈ മാധ്യമത്തിൽ ഞാൻ പറയുന്നത് കേൾക്കേണ്ടി വരും. നിങ്ങൾ വിളിച്ചു വരുത്തിയതാ, അപ്പൊ ഞാൻ പറയുന്നതും കേൾക്കേണ്ടി വരും. ഞങ്ങളുടെ പ്രിയങ്കരനായ സഖാവ് 19 ഷിബിനെ കൊലപ്പെടുത്തിയ പ്രതികളെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തോ? നിങ്ങൾ ചർച്ച ചെയ്തോ? അല്ല, നിങ്ങൾ പറയുന്നത് മാത്രം നിങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതിയോ? നിങ്ങളിത് ചർച്ചയാക്കിയോ? ഏത് കേസ്? ഈ പറയുന്ന വിധി വന്ന ദിവസം ഞങ്ങൾ ചർച്ചയാക്കി. ഞങ്ങൾ മാധ്യമങ്ങളെ കണ്ടു. ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ചു. ഞങ്ങൾ പത്രക്കാരെ കണ്ടു. അങ്ങനെ കേരളത്തിൽ വളരെ നിർണായകമായ ഒരു മാതൃഭൂമി അടക്കം കൊടുത്തിട്ടുണ്ടോ എന്ന് തീർച്ചയായും ഞാൻ പരിശോധിക്കും. എനിക്ക് അത്തരത്തിൽ അജണ്ട ഒന്നുമില്ല. ഇനി അഥവാ മാതൃഭൂമി അത് കൊടുത്തില്ലെങ്കിൽ അത് പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു, അത് നമുക്ക് മിസ് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്ന തരത്തിൽ ആഭ്യന്തരമായ ജാഗ്രത വെച്ച് പുലർത്തണം എന്ന ഒരു അഭിപ്രായം ഞാനിവിടെ രേഖപ്പെടുത്തുകയും ചെയ്യാം. എനിക്ക് അതിലൊന്നും ഒരു അജണ്ടയും ഇല്ല, ഒരു ഏകപക്ഷീയമായ സ്വഭാവമില്ല വസീഫെ. ഇനി അങ്ങനെ ഒരു വീഴ്ച ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഞങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കൊടുത്തിട്ടില്ല എങ്കിൽ മുൻകൂറായതാ ഞാൻ എന്റെ ഒരു ഖേദം പ്രകടിപ്പിക്കുന്നു. മാത്രമല്ല അങ്ങനെ ഒരു മിസ്സിംഗ് ഉണ്ടാകാൻ പാടില്ല എന്നത് സംബന്ധിച്ച് എന്റെ അഭിപ്രായം കൃത്യമായി എന്റെ സ്ഥാപനത്തെ ബോധിപ്പിക്കുകയും ചെയ്യും. അതിലൊന്നും ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല വസീഫെ. ഞാൻ വരാം.